എല്ലാവർക്കും നമസ്കാരം. ട്രാനോട്സിന്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് അറക്കൽ മ്യൂസിയം അതുപോലെ തന്നെ സെന്റ് ആഞ്ചലോസ് സ്പോട്ടുമാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പം അറക്കൽ മ്യൂസിയത്തിൽ കാണാം. അങ്ങനെ നമ്മൾ അറക്കൽ മ്യൂസിയം എത്തി. കണ്ണൂർ ടൗണിനോട് വളരെ അടുത്താണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂരിൻ്റെ ചരിത്രം എടുത്താൽ അറക്കൽ കുടുംബത്തെപ്പറ്റി പരാമർശിക്കാതെ പോകാൻ പറ്റില്ല. കാരണം കണ്ണൂരിൻ്റെ ചരിത്രം എന്നത് അറക്കൽ തന്നെയാണ്. ഒരു കാലത്ത് പോർട്ടുഗീസുകാർക്കും ഡച്ചുകാർക്കും ഇംഗ്ലീഷുകാർക്കും ആതിഥ്യമരുളുകയും പിന്നീട് അവർ നമ്മളെ അടിമകളാക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്കെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്ത ചരിത്രം. പിന്നീട് ഇംഗ്ലീഷുകാർ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ മറ്റു രാജകുടുംബങ്ങളെപ്പോലെ തന്നെ അറക്കലിൻ്റെ പ്രതാപവും അവസാനിച്ചു. AD 1100 തൊട്ട് 2018 വരെയുള്ള അറക്കൽ കുടുംബാംഗങ്ങളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ബോർഡിൽ കാണാൻ സാധിക്കുന്നതാണ്. ടൂറിസം വകുപ്പിൻ്റെ സഹായത്തോടെ പുരാവസ്തു വകുപ്പാണ് അറക്കൽ മ്യൂസിയം തയ്യാറാക്കിയത്. അറക്കൽ രാജകുടുംബത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന പൈതൃക വസ്തുക്കളാണ് ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ളത്. അറക്കൽ കെട്ടിലെ പഴയ ദർബാർ ഹാൾ ആണ് മ്യൂസിയമാക്കി മാറ്റിയിരിക്കുന്നത്. മ്യൂസിയത്തിൻ്റെ നടത്തിപ്പ് അവകാശം അറക്കൽ കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ട ട്രസ്റ്റിനാണ്. അറക്കൽ കുടുംബത്തിൻ്റെ ഒരു ഫാമിലി ട്രീയാണ് ഈ കൊടുത്തിരിക്കുന്നത്. 1819 മരണപ്പെട്ട ജൂനുമ്മ ബീവിയുടെയും തുടർന്നു വന്ന സന്തതി പരമ്പരകളുടെയും വിവരണം ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് അറക്കൽ ഫാമിലി സൈൻ ചെയ്ത കുറേ ട്രീറ്റീസ് ആൻഡ് എഗ്രിമെൻറ്റ്സിൻ്റെ കോപ്പീസാണ് വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മളുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കി നമ്മുടെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവർ അനുവാദം തരേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അനുവാദം തരേണ്ട ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ചെയ്ത ട്രീറ്റീസാണ് ഈ കാണുന്നത്. അറബിയിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് എഴുതിയ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. മലയാളത്തിൽ എഴുതിയതും അതിൻ്റെ പരിഭാഷകളും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതാണ് ദർബാർ ഹാൾ. വർഷങ്ങൾക്ക് മുൻപ് പല നിർണായക തീരുമാനങ്ങൾക്കും വേദിയാവുകയും അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള സഞ്ചാരികൾക്കും കച്ചവടക്കാർക്കും ആതിഥ്യമരുളുകയും ചെയ്ത ദർബാർ ഹാളാണിത്. രാജ്യകാര്യങ്ങൾ തീരുമാനിക്കുന്നതും രാജസഭ കൂടുന്നതും ഇവിടെ വെച്ചായിരുന്നു. ഹാളിനോട് ചേർന്ന് ഛായാചിത്രങ്ങളുടെ ഒരു ഗാലറിയും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതാണ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഫാൻ. പങ്ക എന്ന് പറയും. ഈ പിടിയിൽ പിടിച്ച് താഴേക്ക് വലിക്കുമ്പോൾ പങ്ക പതിയെ ആടി തുടങ്ങുകയും കാറ്റ് ലഭിക്കുകയും ചെയ്യും. ധാന്യപ്പെട്ടികളുടെയും ആഭരണപ്പെട്ടികളുടെയും ആയുധങ്ങളുടെയും അംശവടികളുടെയും വളരെ നല്ലൊരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. അംശവടി എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥാനമാനങ്ങൾക്കും അനുസരിച്ച് നൽകി വന്നിട്ടുള്ള ഒരു അധികാര ദണ്ഡാണ്. ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും എല്ലാമാണ് ഈ കാണുന്നത്.
എല്ലാത്തിൻ്റെയും പേരും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ജഗ് കണ്ട, അതുപോലെ പനിനീര് തളിക്കുന്നതും, ജവന എന്ന് പറഞ്ഞാൽ കെറ്റിലാണ് കേട്ടോ, കെറ്റിൽ. ഇത് പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മെഴുകുതിരി വിളക്ക്, ഇത് കൊള്ളാം, കോഞ്ചി. ഇത് നമ്മുടെ വൈൻ ഗ്ലാസിൻ്റെ ഒരു ടൈപ്പ് ഉണ്ട്, വെള്ളിയാട്ടോ. ഈ കാണിച്ചിരിക്കുന്നത് കൂടുതലും വെള്ളിയാന്ന് തോന്നുന്നു. ഫോൺ കണ്ടോ, അതുപോലെ ബൈനോക്കുലർ. 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് അറയ്ക്കൽ ഒരു പ്രബല ശക്തിയാവുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റും കയറ്റി അയക്കുകയും മറ്റ് പല വ്യാപാരങ്ങളിൽ ഭാഗമാവുകയും ചെയ്തിരുന്നു. മരുമക്കത്തായ സമ്പ്രദായമാണ് അറയ്ക്കൽ പിന്തുടർന്നിരുന്നത്. രാജ്യഭരണം കൈയാളുന്ന പുരുഷനെ ആളിരാജ എന്നും സ്ത്രീയാണെങ്കിൽ അറയ്ക്കൽ ബേബി എന്നും വിളിച്ചു പോരുന്നു. ഇവിടെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരുപാട് ചിത്രങ്ങളുമുണ്ട്. വർഷങ്ങൾക്ക് മുൻപേ കണ്ണൂരിലേക്ക് സഞ്ചാരികളായി എത്തിയവരും രാജകുടുംബാംഗങ്ങളായവരും സമ്മാനിച്ച പകിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ, പോയ കാലത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന ചിത്രങ്ങൾ എല്ലാം കണ്ട് ഞങ്ങൾ പതിയെ വെളിയിലിറങ്ങി. ഒരു 30-45 മിനിറ്റിൽ കണ്ടു തീർക്കാവുന്ന കാര്യങ്ങളാണ് അറയ്ക്കൽ മ്യൂസിയത്തിൽ ഉള്ളത്. ഏതാണ്ട് 1000 വർഷത്തെ പാരമ്പര്യവും പോരാട്ടങ്ങളും എല്ലാം വരും അതിൽ. അങ്ങനെ ഞങ്ങളും പതിയെ നീങ്ങുകയാണ് ചരിത്രത്തിൻ്റെ തുടിപ്പുകൾ തേടി. അടുത്തത് സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ട്. അപ്പോൾ ഇനി അവിടെ കാണാം. ബൈ.